ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പണ്ടൊരു ദിവസം ഒരു അനുഭവം ഉണ്ടായത് നിങ്ങളോട് പറയട്ടെ. അത് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക്. മഴക്കാലം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടിയോ പുല്ലരിയോ പോയിനോ വയലിൻ്റെ തന്നെ വെള്ളം വരും. മുന്നോട്ട് പോകുമ്പോൾ നല്ലോണം പുല്ലുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. അങ്ങനെ കണ്ടത്തോട് ചവിട്ടി പോകാൻ പറ്റും. നോക്കുമ്പോഴേക്ക് ആ പുല്ല് അരിഞ്ഞോണ്ട് നിൽക്കുമ്പോഴൊക്കെ ഒരൊറ്റ കയറ്റം കയറുന്നുണ്ട്. പുല്ല് അരിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് എത്തിയിട്ടില്ല. അതിലിടയ്ക്ക് തന്നെ പുല്ല് അരിഞ്ഞ് അരിഞ്ഞ് വെച്ച് അതിൻ്റെ വരുമ്പോൾ തന്നെ അരിഞ്ഞ് വെച്ച് പോയി ഇങ്ങനത്തെ പോകുമ്പോൾ അങ്ങനെ കുറേശ്ശെ വാരി വരുമ്പോഴേക്ക് ഈ മലവെള്ളം തേച്ച് അങ്ങനെ ഇങ്ങോട്ട് കീരി അങ്ങനെ പുറകോലിയായി ഇങ്ങനത്തെ ഇളക്കോട് നമ്മളെ നിൽക്കുന്ന വെള്ളം ഇട്ടിട്ട് നമുക്ക് പുല്ല് വാരാൻ കഴിയില്ല. കുറേ പുല്ലെല്ലാം വാരി നമ്മൾ വാരി കെട്ടി അങ്ങനെയെല്ലാം കൂടി എടുത്തു. വെള്ളം വെച്ചാൽ മല പൊട്ടിയിട്ട് വെള്ളം വരുത്താം. മല പൊട്ടിയിട്ട് നമ്മൾ കടലാസെല്ലാം ഇട്ടിട്ടാണ് തലയിൽ കടലാസെല്ലാം ഇട്ട പുല്ലരിയും പോയി. മഴക്കാലമായാലും പശുവിന് കൊടുക്കണ്ടേ. എന്നിട്ട് അന്ന് മല പൊട്ടി പുഴക്കരിയല്ലേ, അതിൽ കൂടി വെള്ളം ലേശം മല പൊട്ടി അപ്പാട് വെള്ളം ഇന്ന് എത്തും ആ സ്ഥലത്ത്. അങ്ങനെ നല്ലോണം പുല്ലുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഒന്ന് പോയി. മഴ പെയ്താൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി പുല്ല് കിട്ടില്ല എന്ന് വെച്ചിട്ട് പോയി. ഇതും കൊണ്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് വെള്ളം വരുമ്പോൾ പിന്നെ ആണിയിലും പോകുന്നൊരു ഭാഗം ഇപ്പുറത്തും പോകുന്നൊരു ഭാഗം വിറച്ചിട്ടാണെങ്കിൽ ഒന്നും തിരിയുന്നില്ല. അങ്ങനെ എല്ലാം കൂടി നമ്മൾ പോയി. അങ്ങനെ ഒരു പേടിച്ച് വിറച്ച് എന്നെ പേടിച്ച് ഞാൻ പറയില്ല. പിന്നെ ഒരു പുല്ലരിയാനെങ്കിലും മഴക്കാലത്ത് ഞാൻ അന്ന് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാലത്തും വയലിൻ്റെ കരക്ക് നല്ലോണം പുല്ലുണ്ട്. പുല്ലരിഞ്ഞ് നമ്മൾ വരമ്പിൻ്റെ കരക്ക് വെച്ച് നല്ലോണം പുല്ലുണ്ടിച്ചാൽ നല്ലോണം പുല്ലുണ്ട്. അത് അരിഞ്ഞ് കെട്ടി നമ്മൾ എടുത്ത് കെട്ടിയിട്ട് വരാനാകുമ്പോൾ നമുക്ക് വരാനാകില്ല. മഴവെള്ളം കൊണ്ട് അങ്ങും പോയിക്കൂടെ ഇങ്ങും പോയിക്കൂടെ അങ്ങനെ ഭാഗത്തിലായിപ്പോയി. എങ്ങനെയെല്ലോ കൂടി എടുത്തിട്ട് ദൂരെയായി കൂടി പോയി ആ ഉയരത്തിലേക്ക് കൂടി പോയിട്ട് പൊന്തി നടന്ന് അങ്ങനെ തിളക്കുന്ന വീട്ടിലെത്തുമ്പോഴേക്ക് രാവിലെ പോയാൽ ഉച്ച തീറ്റീന് വീട്ടിലെത്തുമ്പോഴേക്ക് വേഗം ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട ആൾ പോയിട്ട് നമ്മൾ വരുന്ന 3 മണിക്കൂറായി. നമ്മൾ രണ്ടാളുണ്ടാവും, കൊണ്ട് സാരമില്ല. എന്നാലും പേടി തന്നെയല്ലേ, വീട്ടിലെത്തിയാലും പേടിയല്ല. ആ വെള്ളത്തിലെങ്കിൽ നമ്മൾ വീട് താഴ്ന്നു വീട്ടിൽ കിട്ടുകയൊന്നുമില്ല. ഉണ്ടാവില്ല, ചെറുതല്ലേ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ഈ കണ്ടൊക്കെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നാ വേണ്ടത് ഈ കന്നിൻ്റെ തോട്ടം. അന്നേരം നമുക്ക് വിറക് കുറവാണ്. ആടെ നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യലുണ്ടോയെന്ന് അറിയില്ല. ഓലക്കാലം കുറവാണ്, വീണ്ടും വേറെ കുറവാണ്. നമ്മൾ ഈ പുല്ലരി പറമ്പത്ത് വെച്ചാൽ ഓലയുണ്ട്, തെങ്ങുണ്ട് എല്ലാവരും ഉണ്ടല്ലോ. അവിടെ എത്തിയിട്ട് നമുക്ക് ഈ കന്നിൻ്റെ പട്ട വേനിക്കാലം തേച്ചെന്ന് വെച്ചാൽ കഴുങ്ങിൻ്റെ പട്ട അടക്കം ഓലയും പാളിയും എല്ലാം ഉണ്ടാവുമല്ലോ. ആ പാളയടക്കം പാളയടക്കം വീട്ടാൻ വന്ന് എടുക്കുക വെച്ചാൽ പിന്നെ നമ്മളത് പോയിട്ട് ഇങ്ങനെ പാള ഇങ്ങനെ ആഞ്ഞിട്ട് അതിൻ്റെ പട്ട തേച്ച് തരക്കി കളഞ്ഞ് ഇത്ര നൂലാക്കി വേറെ കൊത്തി കെട്ടിയിട്ട് വേറെ കൊത്തി കെട്ടിയെടുത്ത് നമ്മൾ രണ്ടാളും കൂടി പോയി ഞാടെ കയ്യിൽ ചക്കയെല്ലാം മുറിച്ച് കൊത്തിയിട്ട് തിന്ന് നമ്മൾ മെല്ലെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരും. അങ്ങനെയാണ് പണ്ടത്തെ കാലം ചെയ്യുന്നത്. വിറക് ഒരു വേനിക്കാലം ആകുമ്പോഴേക്കും നമ്മൾ ദിവസം പോകും. അതേപോലെ വിറകിന് നേരെ പാളയായി പട്ടയായി വിറകുമായി. വിറകിന് പട്ട, മറ്റേ പാള പശുവിന് കൊടുക്കാൻ പാള. അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികൾ തന്നെ നമ്മുടെ കുട്ടികളെ ആ ഒരു ഇതല്ല അന്നേരം ഒരു ചെയ്യലും പണിയെടുക്കലും. അങ്ങനെ ഒരു ആ ചെറുപ്പത്തിലെ ആ എടുത്ത ശീലം കൊണ്ടാണ് നമുക്കിപ്പോൾ പണിയെടുക്കാനുള്ള മറ്റുള്ള കാര്യത്തിലുള്ള ഒരാളും ഒരു ഇതില്ലാതെയായിട്ട് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിന് അവിടെ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പം ഇവിടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ പോയിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അമ്മമ്മേൻ്റെ അടുത്ത് വരും. അമ്മേൻ്റെ അച്ഛമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. ഞാൻ അത്രയും ഒരു 6 മാസമോ 1 കൊല്ലം കൂടുമ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. മറ്റമ്മ എന്നെ വരാനും പറ്റില്ല, അച്ഛമ്മനെ കാണാൻ വരാനും പറ്റില്ല. അമ്മ പറയണം നിനക്ക് വന്നുകൂടാ. അമ്മ വരും ആഴ്ചക്ക്. അമ്മ വന്ന് ഇവിടെ വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് വരും. ഒരു ദിവസം നിൽക്കാനായിട്ട് വരും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛമ്മേനോ എല്ലാ പണിയെടുത്ത് പണിയെടുത്ത് വെറും കുത്തിയെടുത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ ഓലയുണ്ടാക്കി കൊണ്ട് കൊടുക്കും. മറ്റുള്ള എല്ലാ പണിയും ഞാൻ എടുത്ത് കൊടുക്കും. അച്ഛമ്മക്ക് എന്തൊരു സന്തോഷം എന്നറിയാം. അത് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരാൾ പറഞ്ഞു കൊടുക്കാതെ കൊണ്ട് നമ്മൾ ഈ പണിയെല്ലാം ചെയ്യുമ്പം ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അതേത് കാണുന്നതിനാട് അത്ര സന്തോഷമായിരുന്നു. അച്ഛമ്മ നമ്മുടെ സമയത്ത് അച്ഛമ്മയുടെ അപ്പുറം ഒരു 10 ദിവസം നിൽക്കാൻ നമുക്കൊന്നും പറ്റിയിട്ടില്ല. നല്ലൊരു ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ലക്ഷ്മിത്വമുള്ളൊരു ആളായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ പിന്നെ എന്തെല്ലോ ആണ്. അങ്ങനെ ഒരു കഷ്ടപ്പാടിലാണ് നമ്മൾ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ
ഈ ഇവിടെ പുറത്ത് ഈ പുഴക്കരത്ത് തന്നെ ഇവിടെ വെച്ചാൽ നമ്മൾ ഞാനും ഈ 2-3 ആളും കൂടി പോയിട്ട് പറഞ്ഞാൽ അത് അമ്മയൊന്നും അറിയില്ല. നമുക്ക് കുറച്ച് കപ്പക്കോഴി ഇട്ടിട്ട് കുറച്ച് കപ്പക്കോഴി കുഴിച്ചിട്ട് നമുക്കും വെക്കാൻ ഇടാന്ന് പറഞ്ഞാൽ ഈ സ്ഥലമായിരുന്നെങ്കിൽ പുറമ്പോക്കിൻ്റെ സ്ഥലമാണ്, ഗവൺമെൻറ് വകയുള്ള സ്ഥലമാണ് പുറമ്പോക്ക്. നമ്മുടെ സ്ഥലമല്ല അവരുടെ സ്ഥലമല്ല ആരുമല്ല. ഞാൻ പറഞ്ഞു നമുക്കും കുറച്ച് കുത്തി വെക്കാൻ പറഞ്ഞു. ഞാനും ഈ പോയ 2-3 പെണ്ണുങ്ങളും കൂടി കുത്തി കുരു കൂട്ടി കൊള്ളിയിട്ട് നോക്കുമ്പോൾ അത് കളിച്ച് നോക്കുമ്പോൾ എത്രയാ തേങ്ങെന്നറിയാം. പുഴക്കരിയല്ലേ, നല്ല ഒന്നും വളമൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ കുതിര് മണ്ണ് വലിച്ച് കൂട്ടി കുറച്ച് കഴിയുമ്പോൾ ചീട്ടിയിട്ട് മണ്ണ് വലിച്ച് കൂട്ടി ഒരു 10-25 വരടെ വെച്ചിട്ടുള്ളൂ. നമ്മൾ 3 ആൾ 30 കൊള്ളി വെച്ചിട്ട് ഒരാൾ 30 കൊള്ളി 30 കൊള്ളി വെച്ചിട്ട് ആ കൊള്ളി കുത്തി പറിച്ചെടുത്ത് നമ്മൾ കുളിച്ചിട്ട് പിന്നെ കൊത്തിയെടുത്ത് അത് കുഴച്ച് വയ്യ പൊരിക്കുമ്പോഴേക്ക് എന്നാ പറയേണ്ടത്, എന്താ കേങ്ങെന്നറിയാം. എന്നാൽ നല്ല കേങ്ങ് വേലയ്ക്ക് കേങ്ങെന്നാണ് പറയുക. അങ്ങനത്തെ കേങ്ങ് നമ്മൾ വെക്കുക. അതെല്ലാം അങ്ങനെ കൊത്തിയെടുത്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അങ്ങനെയെല്ലാം ഓരോരോ പണി ഈ അമ്മയെടുത്ത് പണി എടുപ്പിച്ചതായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കെല്ലാം ഇങ്ങനെ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മേൻ്റെ ഈ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്തെങ്കിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതില്ല, ചെയ്യാൻ പറ്റുന്നത്. അമ്മയെല്ലാം എന്നെ കാണിച്ചു തന്നുകൊണ്ട് എല്ലാ കാര്യവും എനിക്കറിയാവുന്നതും എല്ലാം ഞാൻ പഠിച്ചു പോയി. പിന്നെ ഒരാൾ എന്തുകൊണ്ടും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനതെല്ലാവരും അപ്പോഴും ഞാനത് അവർക്ക് ചെയ്തു കൊടുക്കുകയും ഒരു ഉപകാരം ചെയ്യുന്നതിന് ആ ഉപകാരം ചെയ്തു കൊടുക്കും. അത് കൂലി മോഹിച്ചിട്ടോ മറ്റൊന്നുമല്ല. അപ്പോഴപ്പോഴും എന്ത് വേണം ചെയ്യാൻ എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കും. പണ്ടേ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോട് അങ്ങനെ ആരോടും ഒരു എതിർത്ത് വർത്താനം പറയില്ല. ആരോടും ഒരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. ഒരു സാധുവായിട്ട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാവുക. ഒരു 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 കുഴപ്പത്തിനോ കാര്യങ്ങളോ ഒന്നും പോകാതെ ഉണ്ടെങ്കിൽ ഒരു അടക്കി ഒതുക്കി തന്നെ ഞാൻ നിൽക്കുക. അതുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും എനിക്ക് നല്ല രീതിയിൽ. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ പശുവിനെ എനിക്ക് കറക്കാൻ പറ്റില്ല. അമ്മ പശുവിനുള്ളിൽ എനിക്ക് അങ്ങനെ പശുവിനെ കറക്കാൻ പറ്റണമെന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന് അമ്മേൻ്റെ അച്ഛൻ ഉള്ള സമയത്ത് ഇവിടെ വന്ന് അമ്മനും ഉള്ളേരെ വന്നു. അപ്പോൾ ഒരു പേടിയ പശു എനിക്ക് കറക്കാനറിയില്ലേ. ഞാൻ ആദ്യം തന്നെ ഏട്ടനോട് പറഞ്ഞു ഞാനും കറന്നു നോക്കാം ഏട്ടനും ഞാനാ ഉള്ളിടെ അമ്മോനും. എൻ്റെ ഏട്ടൻ്റെ ഒപ്പം പോയി കറക്കാൻ പാട്ടയിലെടുത്ത് പോയി കറന്നുമ്പോൾ സാധു പശുവാണേ. നമ്മൾ ഇന്ന് കറന്നാൽ ഒരു കുഴപ്പമില്ല. മുല കൂടുമ്പോഴൊക്കെ തന്നെ പാലും തരുന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പശുവിനെ കറന്നിട്ട് പൊടിച്ചത്, പാല് കൊണ്ടാണ് പൊടിച്ചത്. പിന്നെ അങ്ങനെ വന്ന് അമ്മയും എല്ലാവരും വന്നു. പിന്നെ ഞാൻ വന്ന് 1 മാസം കഴിയുമ്പോൾ തന്നെ അമ്മയും അമ്മയെല്ലാം വന്നു. എല്ലാവരും ഇവിടെ തന്നെ. പിന്നെ നമ്മളിവിടെ വന്നവർക്ക് നമ്മളതിന് തൊട്ട അലക്കത്തുള്ള ഒരു പിന്നെ ആൾക്കാരുണ്ട്. നമ്മളെ തൊട്ട അലക്കത്തുള്ളവരുണ്ടല്ലോ. ആ അലക്കത്തുള്ളവർ അവർ 4 ആളല്ലേ. എന്നുവെച്ചാൽ പിന്നെ അവർ 2-3 പെണ്ണും ഒരാണും അവരുള്ളത്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പിന്നെ സിനിമ കാണാൻ പോകാൻ. ഒരു സേതുബന്ധന സിനിമ കാണാൻ പോയി. ആദ്യമായിട്ട് കാണാൻ പോയതാണ് സേതുബന്ധനം. ആദ്യമായിട്ടുള്ള സിനിമ കാണുന്നതാണ്. ആദ്യമായിട്ട് ഞാനും ഏട്ടനും എൻ്റെ 2 ആങ്ങളാറും 3 ആൾ. അവർ ഒരാണും 3 പെണ്ണും ഒരാണും. അവരും അങ്ങനെ എവിടെയും പോലില്ല. ആൺകുട്ടി ചേർത്താൽ മറ്റേ പെൺകുട്ടികൾ മാത്രമായിട്ട് പണ്ടത്തെ കാലം എവിടെയും പോകാൻ പറ്റില്ല. നമ്മളിവരെല്ലാവരും ഉള്ളതുകൊണ്ട് ഞാനും എല്ലാം എല്ലാവരും പോകാന്നുണ്ട്. നമ്മൾ 4 ആളും പോയി. പിന്നെ ശ്രീകണ്ഠ നടന്നിട്ടാണ് പോയി, ബസ്സിനൊന്നല്ല. ഒറ്റ നടത്തുന്നില്ല. വൈകുന്നേരം വരുമ്പോൾ നടന്നു. എന്നിട്ട് സിനിമയിലങ്ങനെ നല്ല സിനിമ എന്ന് വെച്ചാൽ നല്ല അടിപൊളി സിനിമയാണ്. സിനിമയും കണ്ട് നമ്മളിങ്ങെത്തി. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സർക്കിട്ട് നിന്നിട്ട് പോയതാണ് ആ സിനിമ കാണാൻ പോയി. സിനിമ ഇപ്പോൾ കണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു സന്തോഷം എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഞാനിപ്പോൾ ഇങ്ങനെ ആയില്ലേ, ഇത്രയും ആയില്ലേ, ഒരു സിനിമ പോയിട്ട് കണ്ടില്ലേ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്കെല്ലാം എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. അത് ഇവിടെ ആരും അറിയില്ല. അച്ചപ്പനെ അറിയില്ല. അന്നേരം അമ്മൊന്നും ഇവിടെ ഇല്ല. അച്ചപ്പനും നമ്മളെന്നില്ല. അമ്മ പോയിട്ട് വന്ന് മാറ്റിനിക്ക് പോയിട്ട് തുണീൻ്റെ മാറ്റിനിക്ക് പോയിട്ട് 6 മണിയാകുമ്പോൾ ഇവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ അന്നേരം നേരത്തെ തന്നെ പാലുപുളി ഇവിടെ നിങ്ങൾ എത്തുകയും ചെയ്യും. പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ വീട്ടിലെ കുഴപ്പമില്ല. നമുക്കെന്ന് വെച്ചാൽ അവിടെ അണ്ടി പറിക്കാനുണ്ട്, മാങ്ങ പറിക്കാനുണ്ട്, തേങ്ങ പറിക്കാനുണ്ട്, എല്ലാം പകുത്ത് മാങ്ങയെല്ലാം അത്രയാണ്. പിന്നെ എന്താ വെച്ചാൽ മാങ്ങ പകുത്ത് മാങ്ങക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ പൊടുത്ത മാങ്ങയിട്ടാവും. ദിവസവും രാവിലെ എണീറ്റാൽ പോയ മുറ കൊടുത്തിട്ട് പൊട്ടിട്ട് വന്ന് കൊണ്ടുവന്ന് കൂട്ടിട്ട് അത് കൊണ്ടിടും. ചെറിയ പടുമാങ്ങ, പിന്നെ ഇളമാങ്ങ, വലിയ ചക്ക മാങ്ങ എന്നൊക്കെ മാങ്ങയുണ്ടാവും. ഇത്രയും അതിൻ്റെ രുചിയൊന്നും പറയാൻ കഴിയില്ല. ഇളമാങ്ങ പപ്പക്കായി വാങ്ങിയിട്ട് പറങ്കി വാങ്ങിയതിൻ്റെ രുചി പറഞ്ഞാൽ പറയാനില്ല. അന്ന് പറങ്കി വാങ്ങിയാലും ഉരിയക്കാട് എടുക്കും. നല്ല രുചിയിൽ മാങ്ങ, നല്ലൊരു പറങ്കി മണമുള്ള നല്ലൊരു മാങ്ങയാണ് അത്. ഒരു വയറ്റ് ഈ പപ്പക്കായി വാങ്ങാൻ തന്നെ പിന്നെ ഒരു ഉടഞ്ഞിതായി പോകുന്നത്. മറ്റേത് അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല.
അങ്ങനെ എല്ലാ തരം മാങ്ങേൻ്റെ എല്ലാം വീണടിഞ്ഞ് നമ്മളിപ്പോൾ ഒരു മുറത്തോട് കാലടിച്ച് വിടുക. ഈ പറമ്പ് തേച്ച് മാവും തോട്ടാണ്. അത്ര മാവ് പ്ലാവ് ഇങ്ങനെയുള്ള തോട്ടങ്ങൾ, മരങ്ങൾ മാത്രം. മരേ ഉള്ളൂ, ഒന്നും കാണില്ല. പുറത്ത് നിലം എപ്പോൾ ഇരുടാം, വെളി വരില്ല, വേര് വരില്ല, അത്രക്കും ഇരുട്ടുള്ള സ്ഥലമാണ്. എന്നിട്ട് അങ്ങനെ അത് പോയി നമ്മൾ പോയി മാങ്ങ കുത്തി പറിച്ച് കൊണ്ടുവന്ന് ഞാനെന്ത് പണിയെടുത്തു, മുറിച്ചിട്ട് കുറച്ച് അന്ന് ഈ മാങ്ങ പുഴുങ്ങിയിട്ട്, നിങ്ങൾ ഭൂമി തിന്നലുണ്ട, പഴുത്ത മാങ്ങ എന്താ പറയുക, തോല് കളഞ്ഞ് മൊത്ത് മുറിച്ച് പാത്രത്തിലിട്ടിട്ട് പുഴുങ്ങി. പിന്നെ എല്ലാവരും വരുമ്പോഴേക്ക് ഞാൻ പുഴുങ്ങിയാൽ വെച്ച് നല്ലോണം വെള്ളം വറ്റി അങ്ങനെ വരണ്ട് വരുന്ന പൂങ്ങണം. അപ്പോൾ അതിൻ്റെ രുചി പറയാൻ കഴിയില്ല. എന്താ പറയുക, അതിൻ്റെ മാങ്ങേൻ്റെ ഇങ്ങനെ തോല് ഇങ്ങനെ അടക്കം വരുമ്പോൾ തോല് നമ്മളെ വായിലെ കരിഞ്ഞു പോകും. അത്ര രുചിയാണ്. അതിപ്പം വിചാരിക്കുമ്പോൾ അതിൻ്റെ രുചിയോട് പറയാൻ കഴിയില്ല. പൂങ്ങാൻ വരും. ഞാൻ കഴിഞ്ഞാലും വരെ പൂങ്ങലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീട് അടുത്തെല്ലാം മാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ പോയി പൊട്ടിക്കൊണ്ട്. ഇപ്പം പിന്നെ ഒരു കൊല്ലം ഞാൻ കേടി പോകാൻ പറ്റില്ല. കഴിഞ്ഞാലും വരെ നേരെ താഴെ മാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മാപാടുണ്ടായിരുന്നു. നേരം മാങ്ങാക്കറി എല്ലാം വെക്കാൻ പറ്റുമായിരുന്നു. ഇത് ഇക്കൊല്ലം ഇപ്പോൾ എന്നതിന് ശേഷം ഇക്കൊല്ലം ഒന്നും ഏടുന്ന് കിട്ടില്ല. ഒരു മാങ്ങേൻ്റെ രസം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ അങ്ങനെയായിരുന്നു. അതിൻ്റെ മാങ്ങ ഒരുക്കൊണ്ട് പിന്നെ നമ്മൾ മാങ്ങ കളയണ്ടേ, പോയിപ്പോലെ. ഈ മാങ്ങ തേച്ച് എടുത്ത് കൊണ്ടുവന്ന് കഴുകി ഉരലുണ്ട്, മരത്തിൻ്റെ ഉരലുണ്ട്, ഒലക്കി. ആ ഒലക്കി ഇട്ടിട്ട് ഈ മരത്തിൻ്റെ അകത്ത് മുറിച്ചിട്ട് അടിയും മേടിയും മുറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടു. ഉരലെല്ലാം കഴുകി വെച്ച് ഇട്ടിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ ഭാര്യമൊക്കെ മേലെ പശ പോലെ ഇടാം, പായസം പോലെ ഇടാം. അത് നല്ലോണം പിഴിഞ്ഞെടുത്ത് ഒന്നിക്കലും പായില്ല. പണ്ട് പായില്ലല്ലോ. പായി എന്ന് വെച്ചാൽ ഓലപ്പായി നമ്മൾ കിടക്കുന്ന ഈ പോലെയർ ഉണ്ടാക്കി വെക്കുന്ന ഒരു പായി ഉണ്ടല്ലോ, ആ പായി, പിന്നെ കൈതോലപ്പായി. ആ പായി ഇങ്ങനെ അതിലിങ്ങനെ കഴുകി പായി ഒരുപോലെ ആക്കിയിട്ട് പായസം പോലെ ആക്കി എല്ലാം വയ്ക്കാൻ നല്ല കട്ടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും. ഒരു പ്രാവശ്യം എന്നല്ല, ഒരാഴ്ചയെല്ലാം തേക്കും. നല്ല കട്ടി, ഇത്ര ബണ്ണത്തിൽ കട്ടിയാകുന്നവരേ തേക്കും. ആ തേച്ചിട്ടാകുമ്പോൾ കഴിഞ്ഞ് നമ്മൾ മുറിച്ചിങ് എടുത്ത് അലുവ കഷ്ണം മുറിച്ച് തിന്നുമ്പോൾ തിന്നാം. നല്ല മധുരവും ഉണ്ടാവും. ലേശം ഉപ്പും കൂട്ടും. ഉപ്പും കൂട്ടി വെക്കും. ഉപ്പും കൂട്ടിയാൽ തിന്നാൻ നല്ല രസമുണ്ട്. കിട്ടുപോലെ പൊശി വരില്ല, അങ്ങനത്തെ ഒന്നും വരില്ല. കുറച്ച് ഉപ്പും കൂട്ടി അത് ആക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം ഉപ്പ് കൂട്ടിയിട്ട് തന്നെ അടിച്ചിട്ടാണ് അത് തേക്കുക. ഉപ്പ് കൂട്ടിയെങ്കിൽ അതിൻ്റെ രുചി കിട്ടില്ല. പിന്നെ അത് മാത്രം കുറേ കാലം നിൽക്കുമ്പോൾ അതൊന്നും പോയി പോവില്ലെങ്കിൽ തെരച്ച് പോയി പോകും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഈ മാങ്ങ എന്നാ എടുക്കുക, ഞങ്ങൾ ഈ ചക്കക്കുരു എന്നാ എടുക്കുന്നില്ല. നിങ്ങളെന്താ ചെയ്യണമെന്ന് അറിയില്ല. ഈ ചക്കക്കുരു പുഴുങ്ങിയിട്ട്, മൂടൻ ചക്കക്കുരു ഒരുപാട് ചക്കയുണ്ട്, പുഴുങ്ങി വേലിക്കാലത്ത് തന്നെ എടുക്കുക. ഈ ചക്കക്കുരു തേച്ചും ചക്ക വെച്ചതിൻ്റെ ബാക്കി കുരു ഉണ്ടാവും. അത് തേച്ചിങ്ങനെ എടുത്തിട്ട് പുഴുങ്ങി പിന്നെ 4ആയി കീറിയിട്ടിട്ട് വേലിനാടിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടാവും. ഒരു 2-3 ചക്ക ഉണക്കി വെച്ചിട്ടുണ്ടാവും ചക്കക്കുരു. ഇത് കഴിയുമ്പോൾ എല്ലാവരും വരുമ്പോൾ കുറേ ചോറ കൊടുത്തു. അങ്ങനെ ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ വീട്ടിലുള്ള ഓരോരോ പണി, എല്ലാ പണിയും ഞാനതുകൊണ്ട് എന്ത് പണിയും അറിയാനും എടുക്കാനുള്ള. ഈ മാങ്ങ കച്ചി എന്നതിന് പറയാം. ഈ മാങ്ങക്കെന്നാ പറയാമെന്നറിയാം, മാങ്ങ കച്ചി. ഈ മാങ്ങ പുഴുങ്ങി വെച്ച മാങ്ങ നമ്മളിപ്പോൾ എല്ലാവരും പേരുടെയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റിൽ ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയായി, നല്ല അസൽ രുചിയായിരിക്കും അത് തിന്നാൻ. അതിൻ്റെ രസം പറയാൻ പറ്റില്ല. നമുക്കിപ്പം പിന്നെ അതങ്ങനെ ഉണ്ടെങ്കിൽ അത് തിന്നോക്കിയല്ലേ പറയാൻ പറ്റില്ല എങ്ങനെയാണ്. അത്രയും നല്ല രസം. അതിൻ്റെ തോല് പോലും കളയാൻ തോന്നില്ല, അത്ര രുചിയാണത്. അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്തത്. ഇന്നിപ്പോൾ ഇത്തിരി കൊണ്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.